ഡോക്ടർക്ക് മുന്നിലുള്ള കസേരയിൽ രേഖ ഇരിക്കുന്നു. അവളുടെ കണ്ണ് തറയിലോ ഏതെങ്കിലും ഒരു ശൂന്യമായ ബിന്ദുവിലോ ആണ്. മുഖത്തൊരു നിർവികാരത, നേർത്ത ദുഃഖം നിഴലിക്കുന്നു. അവൾ നിശബ്ദയാണ്. ഡോക്ടർ വിനോദ് കേസ് ഫയലിൽ നിന്ന് കണ്ണെടുത്ത് സ്നേഹത്തോടെയും ശാന്തതയോടെയും, രേഖ, ഞാൻ ഫയൽ നോക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്ക് ഉറക്കമില്ല എന്ന് പറയുന്നു. ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു അല്ലേ? രേഖ പതിയെ തലയാട്ടുന്നു. അവരുടെ പ്രതികരണം വളരെ മന്ദഗതിയിലാണ്. ഒരല്പം പോലും ഊർജ്ജസ്വലയല്ല. ഡോക്ടർ വിനോദ് വീണ്ടും ഫയലിലേക്ക് നോക്കുന്നു. ഈ ഫയൽ നോക്കിയപ്പോൾ കാര്യമായ ശാരീരിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഇതിന് കാരണമായി തോന്നുന്നില്ല. ബ്ലഡ് പ്രഷർ നോർമലാണ്. മറ്റുള്ള റിപ്പോർട്ടുകളും തൃപ്തികരമാണ്. ഡോക്ടർ ഫയൽ അടച്ച് പേന താഴെ വെച്ച് രേഖയെ നോക്കി ശബ്ദം ഒരൽപ്പം താഴ്ത്തി സൗഹൃദപരമായി ചോദിക്കുന്നു. രേഖ, ഈ ഒരു മാനസികാവസ്ഥ, ഈ ഉറക്കമില്ലായ്മ, ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? എന്താണ് നിങ്ങളുടെ മനസ്സിനെ ഇത്ര അധികം അലട്ടുന്നത്? ഡോക്ടറുടെ ഈ ചോദ്യം കേട്ട രേഖ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കുന്നു. ആ നോട്ടത്തിൽ ഒരൽപ്പം ഭയം, വല്ലാത്തൊരു നിസ്സഹായത, കൂടാതെ കനത്ത മൗനത്തിൻ്റെ ഭാരം എന്നിവ ദൃശ്യമാണ്. ചുണ്ടുകൾ പതിയെ വിറയ്ക്കുന്നു, എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നത് പോലെ. എന്നാൽ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഒടുവിൽ മറുപടി ഒരു നേരിയ ഇടറിയ ശബ്ദത്തിൽ പറയാൻ ശ്രമിക്കുന്നു. എനിക്കറിയില്ല ഡോക്ടർ, എനിക്ക് ഒന്നിനും ഒരർത്ഥവും തോന്നുന്നില്ല. എപ്പോഴും ഒരു നെഞ്ചെടുപ്പും ടെൻഷനുമാണ്. എനിക്കിപ്പോൾ ആരെയും കാണുന്നതും സംസാരിക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ കാരണം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന പേടിയാണ് എനിക്ക്. ചിലപ്പോൾ ഇതെല്ലാം എൻ്റെ ചിന്തകൾ മാത്രമാണോ എന്നും തോന്നിപ്പോകാറുണ്ട്. ഡോക്ടർ കസേരയിൽ ചാരിയിരുന്നുകൊണ്ട്, രേഖ, നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സ് ഒരു വയറു പോലെയാണ്. വയറ്റിൽ നമ്മൾ ആഹാരം കഴിക്കുന്നു, അതുപോലെ മനസ്സും ആഹാരം കഴിക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യമെടുക്കാം. എന്നിട്ട് ഡോക്ടർ ടേബിളിൽ ഒരു കുപ്പിയിലെ ശുദ്ധജലവും ഒരു ചായക്കപ്പിലെ മലിനമായിട്ടുള്ള ജലവും എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിച്ച് ഊർജമായി മാറുന്നു. എന്നാൽ ഈ മലിനജലം പോലുള്ള വിഷാംശമുള്ള എന്തെങ്കിലും കഴിച്ചാലോ? നമ്മുടെ വയറത് ദഹിപ്പിക്കാൻ ശ്രമിക്കും. ഒന്നുകിൽ ആ വിഷാംശം രോഗമായി മാറും, അല്ലെങ്കിൽ ദഹനം നടക്കാതെ വയറ് സ്തംഭിച്ചു പോകും. ഇത് കേട്ട രേഖ പറഞ്ഞു, ശരിയാണ് ഡോക്ടർ, മോശം ഭക്ഷണം കഴിച്ച വയറിന് ഉടനെ ദോഷകരമായി ബാധിക്കും. ഡോക്ടർ കസേരയിൽ ചാരിയിരുന്നു കൊണ്ട്, രേഖ, അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യവും. രേഖ വളരെ ശ്രദ്ധയോടെ അല്പം ആകാംക്ഷയോടെയും ഡോക്ടറുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. ഡോക്ടർ രേഖയുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നു. അതെ, ചിന്തിച്ചു നോക്കൂ, മനസ്സിൻ്റെ ആഹാരം എന്താണ്? രേഖ ആലോചിക്കുന്നു, സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നുമുണ്ട്. ഡോക്ടർ ശാന്തമായി അവളെ ചിന്തിക്കാൻ അനുവദിച്ച ശേഷം, നിങ്ങൾ ദിവസവും കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളുമാണ് മനസ്സിൻ്റെ ആഹാരം. ഈ കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിലൂടെയും ശബ്ദങ്ങൾ കാതുകളിലൂടെയും ഉള്ളിലേക്ക് ചെല്ലുന്നു. രേഖ പെട്ടെന്ന് കണ്ണുകൾ വിടർത്തി, സ്വയം എന്നോണം. അപ്പോൾ ഞാൻ കാണുന്ന നെഗറ്റീവായ കാര്യങ്ങളും വിഷമിപ്പിക്കുന്ന വാർത്തകളും അതെല്ലാം എൻ്റെ മനസ്സ് കഴിക്കുന്ന ആഹാരമാണല്ലേ? ഡോക്ടർ ചിരിച്ചുകൊണ്ട്, തീർച്ചയായും രേഖ, നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, അപ്പോൾ രേഖയുടെ മനസ്സിൻ്റെ അസ്വസ്ഥത കുറയ്ക്കാൻ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, കണ്ണുകൾക്കും ചെവികൾക്കും ശുദ്ധമായ ആഹാരം നൽകുക മാത്രം. ഇത് കേട്ട രേഖ ചെറിയ സംശയത്തോടെ ചോദിച്ചു, എങ്ങനെയാണ് ഡോക്ടർ ഈ വിഷാഹാരങ്ങൾ ഒഴിവാക്കുക? ഈ കാണാതെയും കേൾക്കാതെയും ഇരിക്കുന്നത് എങ്ങനെയാണ്? ഡോക്ടർ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു,
വളരെ എളുപ്പമാണ് രേഖ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അന്ധനും ബധിരനുമായി മാറേണ്ടി വരും. അതുപോലെ വിഷമുള്ള സംസാരങ്ങൾ കേൾക്കാതെ ഇരിക്കുക. പകരം കണ്ണുകൾക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകൾ, ചെവിക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ എന്നിവ മാത്രം പ്രാധാന്യം കൊടുക്കുക. രേഖ ആഴത്തിൽ ശ്വാസമെടുക്കുന്നു. ശാരീരിക ഭക്ഷണ നിയന്ത്രണത്തേക്കാൾ പ്രധാനമാണ് ഈ ഇന്ദ്രിയ നിയന്ത്രണം. എനിക്ക് കൃത്യമായി മനസ്സിലായി ഡോക്ടർ. ഡോക്ടർ കസാരയിലേക്ക് ചാരിയിരുന്നിട്ട് പറഞ്ഞു. ഗുഡ് രേഖ. ഭക്ഷണം ശുദ്ധമാക്കിയ പോലെ ഇനി കാഴ്ചകളും കേൾവികളും ശുദ്ധമാക്കുക. എന്നിട്ട് അടുത്ത മാസം വരണം. അപ്പോൾ നമുക്ക് സംസാരിക്കാം. രേഖ ആത്മവിശ്വാസത്തോടെ എഴുന്നേൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പ്രത്യാശയുണ്ട്. അതേ കൂട്ടുകാരെ, നമ്മുടെ ശരീരത്തിന് ഊർജം പകരാൻ ശുദ്ധമായ ആഹാരം കഴിക്കുന്നത് പോലെ മനസ്സിന് ശാന്തത നൽകാൻ ശുദ്ധമായ കാഴ്ചകളും ശുദ്ധമായ സംസാരങ്ങളും മാത്രം തിരഞ്ഞെടുക്കുക. മറ്റൊരാൾക്കും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കഴിയില്ല. നമ്മൾ സ്വയം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെയും ഇരിക്കുക. അതാണ് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ താക്കോൽ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.